പരിപാടി. അടൂർ വേല ആയതുകൊണ്ട് തന്നെ പരിപാടികളെല്ലാം 3 ദിവസം മുന്നേ തുടങ്ങി. ആദ്യത്തെ ദിവസം അവിടുത്തെ നാട്ടുകാരൻ്റെ പരിപാടികളായിരുന്നു. പിന്നെ നാടൻപാട്ട്, വേലൻ്റെ തലേന്ന് ഗാനം. പരിപാടി കാണാനും കളിക്കാനായിട്ട് നാട് മൊത്തം അവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഇതുപോലത്തെ കമ്പം കത്തിക്കുന്ന പരിപാടി. അപ്പം ഇന്നാണ് പാലക്കാട്ടുകാരുടെ വേലകളുടെ തുടക്കം. അതിൽ തന്നെ ഞാനും കൂട്ടുകാരനും കൂടി വേല നടക്കുന്ന അമ്പലത്തിലോട്ട് വിട്ട്. ഇതാണ് അമ്പലം. തൊഴുനേനെയും കാട്ടി കൂടുതൽ ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാനാണ്. ആളുകളുടെ ഫോട്ടോ മനയിൽ ഇവനും കുടിക്കും. അമ്പലത്തിനകത്തൊരു റൂമിലായിട്ട് കടമ്പര തകൃതിയോടെ നടക്കണ്ടായി. അപ്പോഴേക്കൊരു അമ്മ ഒരു ചരട് വാങ്ങിയിട്ട് കൈക്കെട്ടാൻ പറഞ്ഞു. ഒരു 5-6 മാസം നിന്നിട്ടുണ്ടായി. 5-6 മാസം ദൈവം കാത്താൽ മതിയോ? ബാക്കിയോ? അല്ല, അതുവരെ അഴിഞ്ഞാൽ പറ്റോട്ടെ. അങ്ങനെ അവരോട് ഞങ്ങൾ പതുക്കെ അവിടെ ഐതിഹ്യം ചോദിച്ചു. മാങ്ങ വലിക്കാൻ വന്നു ഒരാൾ. മാങ്ങ വലിക്കും. മാങ്ങയ്ക്ക് ഇങ്ങനെ മാങ്ങ ഇരിക്കണ്ടേ, അപ്പോൾ ഒരു കൊമ്പ് പൊട്ടി ഇരിക്കാൻ. ആ കൊമ്പ് പൊട്ടിയപ്പോൾ അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ അരിവാൾ കയറ്റി. അപ്പോൾ ആ കല്ല് കുടച്ചവരെ വന്നു. അതാണ് പൊട്ടി മുളച്ച പണിക്കുന്നത്. ആനയെല്ലാം വന്നത് പറഞ്ഞ് പിന്നെ നേരെ ആനയെ കാണാൻ പോയി. ആനയും വെടിക്കെട്ടും മാത്രമല്ല കേട്ടോ, തേരും കുതിരയും അങ്ങനെ കുറച്ച് പരിപാടി കൂടി ഉണ്ട് അവിടെ. ഒന്ന് മഴ ചാറി പോയപ്പോൾ ഞാനും കൂട്ടുകാരനും കൂടി പിന്നെയും വേല കാണാനായിട്ട് പോകും. ആദ്യം വേലായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ചുറ്റിൽ എവിടെ നോക്കിയാലും ബായിമാരും കത്തണ ബലൂണും. മിത്തിൻ്റെ കൂട്ടുകാരൻ്റെ ഐസ്ക്രീം വണ്ടിയാണ്. അവിടെ നിന്ന് ഐസ്ക്രീമായി ഞങ്ങൾ പന്തലിൽ പോയി. പറയാം കേട്ടോ, ഭീമാകരമായി പന്തൽ നിന്ന് കത്തായിരുന്നു. മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് പറമ്പ് നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ഒന്ന് ആഞ്ഞു കാറ്റ് വീശിയപ്പോൾ പന്തലിലെ ലൈറ്റ് മൊത്തം പോയി. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഐസ്ക്രീം വണ്ടിയുടെ ഡോർ ആരോ ലോക്ക് ചെയ്ത്. ഇത് വെട്ടിപ്പൊളിച്ചാൽ മാത്രമേ ബഹുമാർക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഈ വർഷത്തെ പുതിയ സാധനമാണ് കേട്ടോ കത്തനാന. മഴ ഒന്ന് ചാറിയതോടെ ഇതേ പടക്കവും പൊട്ടാൻ തുടങ്ങി. പടക്കം കാണാനായിട്ട് ആൾക്കാർ മരത്തിൻ്റെ മുകളിലും ബസ്സിൻ്റെ മുകളിലെല്ലാം കയറി നിൽക്കും. വേലയ്ക്ക് വന്നാൽ പോരി, അത് ഞങ്ങൾക്ക് നിർബന്ധം. അപ്പോഴേക്കും എന്താ പിന്നെയും മഴ. രണ്ടും കൂടി അടുത്തുള്ളൊരു വീട്ടിൽ ഓടിക്കയറി. നോക്കിയപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ആ വേല കാണാൻ വന്ന എല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് നിൽക്കാത്ത മഴയായത് കൊണ്ട് തന്നെ മഴയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വേണ്ടി വിട്ടു. അപ്പോൾ ഓക്കെ.